ഒരാളൊരു ചോദ്യം, നിങ്ങൾ മൂന്നാളൊരു ചോദ്യം, ഇയാൾക്ക് ചോദ്യം മറുപടി പറയട്ടെ. അരുൺ, ജനം ടിവിക്ക്. അതായത് നിങ്ങളാണ് കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനർ തീരുമാനിക്കുന്നത് ആണോ? എനിക്കാണ് ഞാനൊന്ന് പറയട്ടെ. KPCC എന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഇവിടത്തെ തെരഞ്ഞെടുപ്പ് ഏകോപനത്തിന്. അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് പ്രചരിപ്പിക്കുന്ന സഹായിക്കും. വേണ്ടാത്ത വിഷയങ്ങളിലേക്ക് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനോടൊപ്പം തന്നെ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട്, രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും. അതിൽ തന്നെ ആ പരാതിയിൽ പറയുന്നത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് പറഞ്ഞിട്ടാണ് ഈ പരാതി സുഹൃത്തെ. ജീവൻ നഷ്ടപ്പെട്ട ഒരു വിഷയം CAയുടെ നിൽക്കുമ്പോൾ നിങ്ങൾ അതിന് ഒരു മറുപടി പറഞ്ഞു. ഞാൻ പ്രതി DYSP ആണ്, ഇതേ പോലീസാണ് പരാതി സ്വീകരിക്കുന്നത്. ആ DYSPയെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും പറയാനില്ല. നിങ്ങളൊരു കാര്യം നിങ്ങൾ ഒരാൾ ചോദിക്കാത്ത ഞാൻ സംസാരിക്കുക, അല്ലെങ്കിൽ ഞാൻ പോകും. ഒരാൾ സംസാരിക്കും. എല്ലാവരും കൂടി എന്ത് അരച്ചു കയറുന്ന കണ്ടു കഴിഞ്ഞാൽ ജില്ലയിലെ ഒരു MLA-ക്കെതിരെയാണ് ഇപ്പോൾ ഈ പരാതി. അതൊക്കെ എല്ലാവർക്കും അറിയാം. MLA-ക്കെതിരെ ഈ MLA-ക്കെതിരെ പരാതി വന്നത് ഇക്ബാലെ, റിപ്പോർട്ടർ ചാനലെ ഇന്നലെയല്ലേ? നിങ്ങൾ 3 മാസമായിട്ട് ആഘോഷിക്കുകയല്ലേ? 3 മാസം ഇതിന് വലിയ സംഭവങ്ങൾ കൂടെ നടക്കില്ലേ? പത്മകുമാർ വെളിപ്പെടുത്തിയ തന്ത്രി മന്ത്രിയായിട്ടുള്ള ബന്ധമല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ഹൈലൈറ്റ് ചെയ്യാത്തത്? നിങ്ങൾക്കൊക്കെ ചില രാഷ്ട്രീയ അജണ്ട. ഞാൻ സംസാരിക്കുന്നത് റിപ്പോർട്ടർ ചാനലിന്റെ ചോദ്യത്തിനാണ്. അതിന് കൃത്യമായിട്ട് മറുപടി പറയട്ടെ. നിങ്ങളിപ്പോ പറഞ്ഞ കാര്യം പരാതി തന്നു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, നിയമപരമായിട്ട് അന്വേഷിക്കട്ടെ. പോലീസ് കോൺഗ്രസ് അല്ലല്ലോ, ഇവിടെ ഭരിക്കുന്നത് UDF അല്ലല്ലോ, LDF ഭരിക്കുന്നു. പോലീസ് നിഷ്പക്ഷമാണെങ്കിൽ നിഷ്പക്ഷമായ അന്വേഷണം നടക്കട്ടെ. അതിലെന്താ തെറ്റ്? ഞാൻ പറഞ്ഞല്ലോ, അതിനെ ന്യായീകരിക്കുന്നില്ലല്ലോ. നിങ്ങൾ ഞങ്ങളെ ഗൗരവം ഒന്നും പഠിപ്പിക്കേണ്ട. അത് നമ്മുടെ ചാനലിനെ ഗൗരവം പഠിപ്പിക്കുക. നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ വേണ്ടി ചാനലിനോട് പറയട്ടെ. ഇതിൽ പ്രധാനമായും കോൺഗ്രസ് എന്തിനാണ് ഇത്ര ഒരു ബാധ്യത ഏറ്റെടുത്തെന്നുള്ള ചോദ്യമാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നേരത്തെ തന്നെ രാഹുലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിശാലമായി രാഹുൽ എല്ലായിടത്തും പ്രവർത്തിക്കാനുള്ള ഒരു അവസരം എന്തിനാണ് ഉണ്ടാക്കി കൊടുത്തത്? ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടല്ലേ. നിങ്ങൾക്ക് ജനാധിപത്യ ബോധമില്ല. കാരണം അറിയോ, ഈ പാലക്കാട്ടെ ജനങ്ങൾ 18,000 വോട്ടിന് ജയിപ്പിച്ച ഒരു വ്യക്തി MLA എന്നുള്ള നിലയിൽ തുടരുകയാണ്. അതിന് നിയമപരമായി ഇപ്പൊ തടസ്സമൊന്നുമില്ല. ആദ്യം അത് മനസ്സിലാക്ക്. നിയമം നീതിയൊക്കെ നിങ്ങളങ്ങനെ തീരുമാനിച്ച് നിങ്ങൾ ചോദിക്കേണ്ടതാണ് ശരിയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുന്ന ആളുകൾ നിങ്ങളെ ചാനലിനെ കുറിച്ച് എന്താ ധരിക്കുക? ആദ്യം നിങ്ങൾ നീതിബോധത്തോടുകൂടി പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക. ഞങ്ങളെ നിയമവും നീതിയും നിയമനിർമ്മാണവും നടത്തിയ കോൺഗ്രസിനെ വല്ലാതെ ന്യൂസ് മലയാളം പഠിപ്പിക്കണ്ട. Thank you.